സത്യജിത്ര ഫിലിം സൊസൈറ്റി കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം സൊസൈറ്റിയാണ്. നിരവധി ചലച്ചിത്ര പ്രവർത്തകരെ ഇതിലേക്ക് ആകർഷിക്കാനും അവർക്ക് സിനിമാ മേഖലകളിലേക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാനും സത്യജിത്ര ഫിലിം സൊസൈറ്റിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞങ്ങൾ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും മികച്ചവർക്ക് അവാർഡുകൾ നൽകുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിപ്പോൾ 4ാമത്തെ വർഷം സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര ഫിലിം അവാർഡുകളും ഞങ്ങൾ നടത്തി വരുന്നു. 4ാമത്തെ ഫിലിം അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ അവാർഡിൻ്റെ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് രശ്മി ഷാജിയെ ക്ഷണിക്കുകയാണ്. ഇതിലേ തന്നെ പോകണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി അവാർഡുമാണ് ഇപ്പം നടക്കുന്നത്. വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരനായ സത്യജിത്രയുടെ ആ ജന്മദിനമായി ഇന്ന് തന്നെ ഇത് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ പ്രഗത്ഭരായ ജഡ്ജസിൻ്റെ വളരെ സുതാര്യമായ വിധിനിർണയത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഇതിനോടൊപ്പം ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജഡ്ജസിനും ഇതിൽ പങ്കെടുക്കുന്ന ജഡ്ജസിനും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് സത്യജിത്രയുടെ ജന്മദിനമാണ്, മെയ് 2. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ഈ അവാർഡ് പ്രഖ്യാപനം ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത്. അവാർഡ് പ്രഖ്യാപനത്തിനായിട്ട് ഞങ്ങൾ എൻട്രികൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള എൻട്രികളിൽ നിന്നും ഏറ്റവും മികച്ചവ തിരഞ്ഞെടുത്ത് അത് ജൂറി കാണുകയും അത് വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. വളരെ നല്ല കോമ്പറ്റീഷനായിരുന്നു. കാരണം ഞങ്ങൾ എൻട്രി വരാത്ത ഒരു ഫിലിമിനും ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിംസിനും അങ്ങനെയാണ്. എൻട്രി വന്ന ഷോർട്ട് ഫിലിംസിന് മാത്രമേ അവാർഡ് കൊടുത്തിട്ടുള്ളൂ. സിനിമാ അവാർഡിൻ്റെ ജൂറി ചെയർമാനായിട്ട് വേണു ബി നായർ, അദ്ദേഹം സിനിമാ രംഗത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള അഭിനേതാവും ചലച്ചിത്ര സംവിധായകനുമാണ്. ഒപ്പം തന്നെ ഷോർട്ട് ഫിലിം അവാർഡിനായിട്ട് അതിൻ്റെ ജൂറി ചെയർമാൻ ശ്രീ ബാലു കരിയത്ത്, ഏറ്റവും സീനിയറായിട്ടുള്ള നമ്മുടെ ഒരു ചലച്ചിത്ര പ്രവർത്തകനും ഒപ്പം തന്നെ സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഒരു രക്ഷാധികാരിയും കൂടിയാണ്. ഈ സംഘടന തുടങ്ങിയ സമയം മുതൽ നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ബാലു കരിയത്തേട്ടൻ, ഒപ്പം തന്നെ ഈ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൻ്റെ ജൂറിയായിട്ട് ഡോക്ടർ രാജ വാര്യർ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കേരള സർവകലാശാലയുടെ തിയേറ്റർ വിങ്ങിൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹമാണ് ഈ സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഈ ഡോക്യുമെൻ്ററി സെക്ഷൻ്റെ അവാർഡുകൾ ചീഫായിട്ട് നിർണ്ണയിച്ചിരിക്കുന്നത്. പിന്നെ ചലച്ചിത്ര സംവിധായകൻ സുരേഷ് തിരുവല്ല, അദ്ദേഹവും ഒരു ചലച്ചിത്ര സംവിധായകനാണ്. ഒപ്പം തന്നെ നമ്മുടെ സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ദുബായ് ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ ഫയാസ്, അദ്ദേഹം ഇതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഈ ജൂറി പാനലുണ്ടായിരുന്നു. ഇത്രയും അടങ്ങുന്ന ഒരു പിന്നെ ഡോക്ടർ കവിത, മ്യൂസിക് സെക്ഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ജൂറിയായിട്ട് നോക്കി നടത്തുകയും അതിൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ സഹകരിക്കുകയും ചെയ്തത് ഡോക്ടർ കവിത. അദ്ദേഹം ഒരു മ്യൂസിക്കലിൻ്റെ PhD എടുത്ത ആളാണ്. ഇത്രയും പേരടങ്ങുന്ന ഒരു ജൂറി അംഗങ്ങളാണ് ഈ അവാർഡ് നിർണ്ണയത്തിനായിട്ട് ഞങ്ങൾ സഹകരിച്ചത്. ഒപ്പം തന്നെ ആദ്യത്തെ സത്യജിത്രയുടെ ഒരു പുരസ്കാരം, സത്യജിത്ര പുരസ്കാരം, ഇതിപ്പോൾ ഞങ്ങൾ നൽകുന്നത് 7ാമത്തെ പുരസ്കാരമാണ്. ആദ്യത്തെ പുരസ്കാരം 2016 അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് നൽകിക്കൊണ്ടായിരുന്നു ആദ്യത്തെ പുരസ്കാരം നൽകിയത്. ഇന്ന് ആ പുരസ്കാരം ഞങ്ങളുടെ ഈ വർഷത്തെ സത്യജിത്ര പുരസ്കാരം
ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരം നടി ഷീലാമ്മയ്ക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ മികച്ച നടിക്കുള്ള പുരസ്കാര ജേതാവ്, വിജയ നിർമ്മലയ്ക്ക് ശേഷം സംവിധാന രംഗത്തേക്ക് വന്ന നടി, മലയാള സിനിമയിലെ പ്രമുഖ നടനോടൊപ്പം 98 സിനിമകളിൽ നായികയായി അഭിനയിച്ചതിന് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയ അഭിനേതാവ്, സത്യൻ മാഷിനോടൊപ്പം കഥാപാത്രങ്ങളുടെ വ്യാപ്തിക്കനുസരിച്ച് മത്സരിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞ പ്രതിഭ, മലയാളത്തിൻ്റെ ഭാഗ്യജാതകം ഷീലാമ്മ ശ്രീമതി എൻ ഷീലാദേവിക്ക് 2024 സത്യജിത്രേ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ചലച്ചിത്ര സംവിധായകരായ ശ്രീ ബാലു കിരിയത്ത്, ശ്രീ വേണുബി നായർ, ശ്രീ സജിൻ ലാൽ എന്നിവരടങ്ങുന്ന ജൂറി അംഗങ്ങളാണ് ഷീലാമ്മയെ സത്യജിത്രേ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത്. അടുത്തത് പ്രഖ്യാപിക്കാൻ പോകുന്നത് സത്യജിത്രയുടെ സാഹിത്യ പുരസ്കാരമാണ്. ഇത് 2ാമത്തെ സാഹിത്യ പുരസ്കാരമാണ്. കഴിഞ്ഞ വർഷമാണ് സാഹിത്യ പുരസ്കാരം ആരംഭിച്ചത്. അന്ന് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനായിരുന്നു അവാർഡ് നൽകിയത്. ഈ വർഷത്തെ സത്യജിത്ര സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. മലയാള കവി, എഴുത്തുകാരൻ, ചലച്ചിത്ര ഗാനരചയിതാവ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ പ്രഭാവർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളോടൊപ്പം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നാടകരചനയ്ക്കുള്ള നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട്. പ്രശസ്തനായ ശ്രീ പ്രഭാവർമ്മയ്ക്ക് ശ്യാമാ മാധവത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അക്കപൂർണിമയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 3 തവണ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള ശ്രീ പ്രഭാവർമ്മയ്ക്ക് 2 തവണ നാടക ഗാനരചനയ്ക്കുള്ള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലെ എന്ന സുന്ദര സ്വപ്ന യവനിക, നടനെന്ന സിനിമയിലും ഏനൊരുവൻ, പൊടിയനെന്ന തുടങ്ങിയ നിരവധി ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. സാഹിത്യരംഗത്തും മലയാള ഗാനരംഗത്തും നിത്യവസന്തമായ ശ്രീ പ്രഭാവർമ്മയെ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ 2ാമത് സത്യജിത്രേ സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കുന്നു. തിരക്കഥാകൃത്തും മീഡിയ പ്രവർത്തകനുമായ ശ്രീ ബാബു വിളപ്പായ, ചലച്ചിത്ര സംവിധായകനായ ശ്രീ സജിൻ ലാൽ, അഡ്വക്കേറ്റ് ബിന്ദു ആർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത്. ഈ സാന്നിധ്യത്തോടൊപ്പം മറ്റ് പ്രമുഖരായിട്ടുള്ള 5 ചലച്ചിത്ര പ്രവർത്തകർക്ക് ഞങ്ങൾ ഗുരുപൂജ അവാർഡുകൾ നൽകുകയാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രസിദ്ധനായ നടൻ ശ്രീ രാഘവന്, ആലിങ്കൽ രാഘവൻ, സത്യജിത്രേ ഗുരുപൂജ അവാർഡ് നൽകി ആദരിക്കും. മലയാള സിനിമാ രംഗത്ത് സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം സംവിധായകരായ ശ്രീ ബാലു കിരിയത്ത്, ശ്രീ സുരേഷ് ഉണ്ണിത്താൻ, ശ്രീ ജോഷി മാത്യു, ചലച്ചിത്ര നടനും സംവിധായകനുമായ ശ്രീ ശങ്കർ എന്നീ പ്രതിഭകളെയും ഈ വേദിയിൽ സത്യജിത്രേ ഗോൾഡൻ ആർക്ക് അവാർഡ് നൽകി ആദരിക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് സിനിമ അവാർഡ് പ്രഖ്യാപനം നടക്കുകയാണ്. സിനിമ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിനായി ജൂറി ചെയർമാൻ വേണുബി നായരെ ക്ഷണിക്കുകയാണ്. വളരെ വന്ന സിനിമകളിൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. അതിൽ ഏറ്റവും മികച്ച ചിത്രം, കഥാചിത്രങ്ങൾ, മികച്ച കഥാചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രം കൂത്തോട്, ബാനർ ഫോർ ഫൺ പ്രൊഡക്ഷൻ, നിർമ്മാണം വിനോദ് കുമാർ കരിച്ചേരി, സംവിധാനം മനോജ് കെ സേതു. 2ാമത്തെ മികച്ച ചിത്രം ഇതുവരെ, ബാനർ സ്മൈൽ ഡ്രീം മൂവീസ്, നിർമ്മാണം ഡോക്ടർ ടിറ്റൂസ് പീറ്റർ, സംവിധാനം അനിൽ തോമസ്. 3ാമത്തെ ചിത്രം ജൈവം, ബാനർ ഗഗനം ഫിലിംസ്, നിർമ്മാണം രാമചന്ദ്രൻ നായർ, സംവിധാനം ദീപേഷ് ടി. പ്രത്യേക വിഭാഗങ്ങൾ: കലാമൂല്യമുള്ള മികച്ച സിനിമ ഭീമ നർത്തകി, ബാനർ ഏറായിൽ സിനിമാസ്, നിർമ്മാണം സജീവ് എസ് കാട്ടായിക്കോണം, സംവിധാനം ഡോക്ടർ സന്തോഷ് സൗവർണിക. മികച്ച പരിതസ്ഥിതി ചിത്രം ആദിച്ചായ്, ബാനർ JJ പ്രൊഡക്ഷൻസ്, നിർമ്മാണം സിജി ജോസഫ്, സംവിധാനം ബിനോയ് ജി റസൽ. മികച്ച ട്രാൻസ്ജെൻഡർ ചിത്രം നീതി ജസ്റ്റിസ്, ബാനർ ആൽവിൻ ക്രിയേഷൻസ്, നിർമ്മാണം JNC, സംവിധാനം ഡോക്ടർ ജസി കുന്തന്നൂർ. വ്യക്തിഗത അവാർഡുകൾ: നടൻ, മികച്ച നടൻ വിനോദ് കുമാർ കരിച്ചേരി. ചിത്രം കൂത്തൂട്ട്. 2ാമത്തെ ചിത്രം രാജസേനൻ,
ചിത്രം ഞാനും പിന്നെ ഞാനും. മികച്ച നടി ശാലു മേനോൻ, ഭീമനർത്തകി. മികച്ച സംവിധായകൻ ഷമീർ ഭരതന്നൂർ. ചിത്രം അനക്ക് എന്തിൻ്റെ കേടാറ. മികച്ച തിരക്കഥാകൃത്ത് കൃഷ്ണ പ്രിയദർശിനി. ചിത്രം ഒരു ശ്രീലങ്കൻ സുന്ദരി. മികച്ച ഗാനരചന കെ ജയകുമാർ. ചിത്രം ഇതുവരെ, ഇളം വെയിൽ ഓർമ്മയിൽ. മികച്ച സംഗീത സംവിധായക സോണി സായി. ചിത്രം തോറ്റം പാട്ടുറയുന്ന മലയപ്പതി. ഗാനം കാർത്തിക നാളിൽ. മികച്ച സംഗീത സംവിധായകൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു. ചിത്രം സമാന്തര പക്ഷികൾ. ഗാനം ഹൃദയരത്നം. മികച്ച പിന്നണി ഗായകൻ ഔസേപ്പച്ചൻ. ചിത്രം കഥ ഇതുവരെ, ഇളം വെയിൽ ഓർമ്മയിൽ. മികച്ച പിന്നണി ഗായിക അപർണ രാജീവ്. ചിത്രം ശശിയും ശകുന്തളയും. ഗാനം അഞ്ജനമെഴുതും. മികച്ച നവാഗത സംവിധായിക ചിന്മയി നായർ. ചിത്രം ക്ലാസ് ബൈ എ സോൾജിയർ. മികച്ച പുതുമുഖ താരം മാഹിൻ ബക്കർ. ഇൻ ദ റെയിൽ. ഡോക്ടർ അനിൽ മാത്യു. ചിത്രം സൈലൻസ് ഓഫ് ദ വിഷൻ. സ്പെഷ്യൽ ജൂറി അവാർഡാണ്. അഭിനേതാക്കൾ ഡോക്ടർ ഷാനവാസ്. ചിത്രം കൈലാസത്തിലെ അതിഥി. 2 റഫീഖ്. ചിത്രം ഖണ്ഡച്ച. 3 സിജി പ്രദീപ്. ചിത്രം പൂത്തോട്ട്. സംഗീത സംവിധാനം SR സൂരജ്. ചിത്രം ക്ലാസ് ബൈ എസ് സോൾജിയർ. ചിത്രം അക്കുവിൻ്റെ പടച്ചോൻ. നിർമ്മാണ സംവിധാനം മുരുകൻ മേലറി. ജൂറി പരാമർശം ജോണി ആശംസ. സംവിധാനം. ചിത്രം ഇരട്ടച്ചങ്കൻ. ജോജോ ഉപ്പുത്തറ. അഭിനയം. ചിത്രം ദൈവത്തിൻ്റെ കയ്യൊപ്പ്. പ്രവീൺ നീലാംബരം. അഭിനയം. ചിത്രം ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ബിച്ചു അനീഷ്. അഭിനയം. ചിത്രം കർത്താവ് ക്രിയ കർമ്മം. കുട്ടികളുടെ ചലച്ചിത്ര വിഭാഗം. മികച്ച കുട്ടികളുടെ ചിത്രം മോണോ ആക്ട്. ബാനർ JR ഫിലിംസ് ഹൈസ്. നിർമ്മാണ സംവിധാനം റോയി തൈക്കാട്ടൻ. കുട്ടികളുടെ ചലച്ചിത്ര വിഭാഗത്തിലെ മികച്ച സംവിധായകൻ അജയ് ശ്രീറാം. ചിത്രം കൈലാസത്തിലെ അതിഥി. സിനിമാ സംബന്ധിയായ റിപ്പോർട്ട് BV അരുൺകുമാർ. വെള്ളി നക്ഷത്രം. മികച്ച ലൊക്കേഷൻ റിപ്പോർട്ട് അജയ് തുണ്ടത്തിൽ. വിവിധ പ്രിന്റ് മീഡിയകൾ. മികച്ച വീഡിയോ റിപ്പോർട്ടിംഗ് ചാനൽ മൂവി വേൾഡ് കൊച്ചിൻ ഹൈദരാലി. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ സജിൻ ലാൽ, വേണു പി നായർ, മോഹൻ ശർമ്മ, സജിൻ ലാൽ, കവിത PK ജൂറി അംഗങ്ങളാണ്. അവാർഡ് വിതരണം ചെയ്യുന്നത് 26 മെയ് 2024 ഞായർ 3 മണിക്ക് AKG സ്മാരക ഹാൾ, AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം. അടുത്തതായി ഡോക്യുമെൻ്ററി അവാർഡുകളുടെ പ്രഖ്യാപനമാണ്. അതിനായിട്ട് ഡോക്ടർ രാജ വാര്യരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. 9ാമത് സത്യജിത് റേ ഡോക്യുമെൻ്ററി അവാർഡ് 2023. മികച്ച 1ാമത്തെ ഡോക്യുമെൻ്ററി പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം. നിർമ്മാണം രഞ്ജിത്ത് രവി. സംവിധാനം സുബിൻ കണ്ണദാസ്. മികച്ച 2ാമത്തെ ഡോക്യുമെൻ്ററി കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണ്. നിർമ്മാണം സന്തോഷ് ബൊമ്മഞ്ചേരി. സംവിധാനം അപർണ പ്രഭാകർ. മികച്ച 3ാമത്തെ ഡോക്യുമെൻ്ററി സ്മാരക ദിനങ്ങൾ. നിർമ്മാണം T സാജ്. സംവിധാനം യബിൻരാജ് മാളിയേക്കൽ. മികച്ച ആശയം സംവിധാനം പുഷ്പൻ ദിവാകരൻ. ഡോക്യുമെൻ്ററി അഭ്രവാളി. മികച്ച നറേറ്റർ S രാജശേഖർ. ഡോക്യുമെൻ്ററി തിരുവനന്തപുരം മ്യൂസിയം ചരിത്രത്തിലൂടെ. മികച്ച ഡോക്യുഫിക്ഷൻ ഈ ദേഹതി ദീപജ്യോതിക. നിർമ്മാണം ശ്രീ പ്രകാശ്. സംവിധാനം ശ്രീ പ്രകാശ്. മികച്ച ഇൻ്റർവ്യൂ കെ ജയകുമാർ. കവിത ഹൃദയം. നിർമ്മാണം സംവിധാനം വിജയൻ മുരുക്കുമ്പുഴ. ജൂറി അംഗങ്ങൾ ബാലുകരിയത്ത് ജൂറി ചെയർമാൻ, ഡോക്ടർ രാജാവാര്യർ ജൂറി വൈസ് ചെയർമാൻ, സുരേഷ് തിരുമല ജൂറി അംഗം, ഡോക്ടർ കവിത PK ജൂറി അംഗം, ആമുഖം സജിൻ ലാൽ ചെയർമാൻ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വാശിയേറിയ ഒരു മത്സരം നടന്നത് ഷോർട്ട് ഫിലിം മേഖലയിലായിരുന്നു. ഏകദേശം
100ഓളം ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 ഷോർട്ട് ഫിലിമുകളും അതിൽ നിന്നും തിരഞ്ഞെടുത്ത അവസാനത്തെ റൗണ്ടിലെത്തിയ ചിത്രങ്ങളുമാണ് ജൂറി കണ്ടത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രഖ്യാപനത്തിനായിട്ട് ജൂറി ചെയർമാൻ ശ്രീ ബാലു കരിയത്ത് അവരെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 1981 മെയ് മാസം 2-ാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ സിനിമ 1981 തകില് കൊട്ടാമ്പ്രം നസീർ സാറും ഷീലാമ്മയും അഭിനയിച്ച ചിത്രത്തിൻ്റെ സെൻസറിങ് നടന്നത്. ആ ദിവസം ഇങ്ങനെ ഒരു അവാർഡ് ഡിക്ലറേഷന് വരാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. 100 ചില്ലുവാനം ചിത്രങ്ങളിൽ നിന്ന് 40 ഷോർട്ട് ഫിലിംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഞങ്ങളെ കാണിച്ചത്. അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം പറയാം. മലയാള ദൃശ്യ രംഗത്ത്, അതായത് ചലച്ചിത്ര രംഗത്ത്, ഷോർട്ട് ഫിലിമിൻ്റെ രംഗത്ത് വളരെ മിടുക്കരായിട്ടുള്ള സാങ്കേതിക പ്രവർത്തകരും എഴുത്തുകാരും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ ഫെസ്റ്റിവൽ. മലയാള സിനിമാ രംഗം സമ്പുഷ്ടമായി കൂടുതൽ സമ്പുഷ്ടമായി മാറും എന്നുള്ളതിൻ്റെ ഉദാത്തമായ തെളിവാണ് ഈ ഷോർട്ട് ഫിലിംസ് അവാർഡ്സ് 2023. ഇത് സത്യത്ര ഫിലിം സൊസൈറ്റിയുടെ 9ാമത്തെ ഷോർട്ട് ഫിലിം അവാർഡാണ്. 4ാമത്തെ ഫിലിം അവാർഡുമാണ് ഇവിടെ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തത്. സത്യത്ര ഫിലിം സൊസൈറ്റി തുടങ്ങിയിട്ട് 10 വർഷമാകുന്നു. ഷോർട്ട് ഫിലിം ബെസ്റ്റ് ഷോർട്ട് ഫിലിം കബർദം, പ്രൊഡ്യൂസർ ഹാച്ച് ലൈറ്റ് ക്രിയേഷൻസ്, ഡയറക്ടർ ബബീഷ് കെ സുധരാജ്. സെക്കൻഡ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം തത്വമസി, ബാനർ റെഡ് ആർക്ക് സ്റ്റുഡിയോ, ഡയറക്ടർ ഗോകുൽ കാർത്തിക്. തേർഡ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം അൺഇൻസ്റ്റാൾഡ്, പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ വിഷ്ണു മുരളീധരൻ. ഷോർട്ട് ഫിലിം നേരത്തെ കാണിച്ചത് ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഫിലിമുകൾക്കുള്ള അവാർഡാണ് വായിച്ചത്. ഷോർട്ട് ഫിലിം ലോങ്, ബെസ്റ്റ് ഷോർട്ട് ഫിലിം ലോങ് ഘട്ടം, പ്രൊഡ്യൂസർ CJ മാർട്ട്, ഡയറക്ടർ ജയകൃഷ്ണൻ CJ. സെക്കൻഡ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം കുംഭസാരം, പ്രൊഡ്യൂസർ മനു സോമരാജൻ ജ്യോതി മനു, ഡയറക്ടർ സുരേഷ് മെഴുവേലി. തേർഡ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം സർക്കിൾ, പ്രൊഡ്യൂസർ സ്പ്രിംഗ് ആൻഡ് ഫ്രണ്ട്സ്, ഡയറക്ടർ സ്പ്രിംഗ്. സ്പെഷ്യൽ കാറ്റഗറി ബെസ്റ്റ് എൻവറോൺമെൻ്റൽ ഫിലിം അമ്മു, പ്രൊഡ്യൂസർ KSBS, ഡയറക്ടർ ഗജേന്ദ്രൻ ബാവ. ബെസ്റ്റ് ക്യാമ്പസ് ഫിലിം നിരാമയ, പ്രൊഡ്യൂസർ ജോഷ്വിൻ M. നായർ, ഡയറക്ടർ ചാന്ദിനി M. നായർ. ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം മാതള നാരങ്ങ, പ്രൊഡ്യൂസർ ജസ്റ്റിൻ ചിറ്റിലപ്പള്ളി, ഡയറക്ടർ അനിൽ പാറക്കടവ്. ബെസ്റ്റ് സോഷ്യലി റിലവൻറ്റ് ചിൽഡ്രൻസ് ഫിലിം ലില്ലിപ്പൂക്കൾ, പ്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഹൈസ്കൂൾ മങ്കട മലപ്പുറം, മലപ്പുറം മൂവി ക്ലബ്ബ്, ഡയറക്ടർ നവനീത് HP. ബെസ്റ്റ് മ്യൂസിക്കൽ ഫിലിം ചങ്കിൽ കുരുങ്ങിയ ചോദ്യത്തുണ്ട്, ഡയറക്ടർ രേഖ ആനന്ദ്. ബെസ്റ്റ് ടെലി സിനിമ വേരുകൾ പൂക്കുമ്പോൾ, പ്രൊഡ്യൂസർ ശശി കാണാട്ട്, ഡയറക്ടർ MK ഷാജൻ. ഇനി ഇൻഡിവിജ്വൽ അവാർഡ്സാണ്, അത് ഡിക്ലെയർ ചെയ്യുന്നതിനായി ശ്രീ സജിൻ ലാലിനെ ക്ഷണിക്കുന്നു. വ്യക്തിഗത അവാർഡിൽ നിരവധി ആൾക്കാരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരിൽ നിന്നും 5 പേരുടെ ലിസ്റ്റ് ഫൈനലാക്കി അത് ജൂറി വീണ്ടും ചർച്ചകളിലൂടെ തിരഞ്ഞെടുത്തവരുടെ അവസാനത്തെ ഒരു പേരുകളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച ഏകദേശം ഒരു 50% കൂടുതൽ ആൾക്കാരും വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ആ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലോ അല്ല സോഷ്യൽ മീഡിയയിലോ അത് കാണുമ്പോൾ അറിയാൻ സാധിക്കും. നിരവധി
മികച്ച കലാപ്രതിഭകൾ നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഷോർട്ട് ഫിലിംസിൻ്റെ വ്യക്തിഗത അവാർഡുകളെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബെസ്റ്റ് ആക്ടർ അമ്പൂട്ടി, ഷോർട്ട് ഫിലിം സമ്മതം തത്വമസി. ബെസ്റ്റ് ആക്ട്രസ് 2 പേരുണ്ട്, വൈഗ കെ സജീവ്, ഷോർട്ട് ഫിലിം രാജകുമാരി. രണ്ടാമത്തെ ആൾ താബു വിൽസൺ, ഷോർട്ട് ഫിലിം അൺമിനിസ്റ്റാൾ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അമ്പിളി ഔസേപ്പ്, ഷോർട്ട് ഫിലിം ഹെൽപ്പർ. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ 2 പേരുണ്ട്, ബാബു കലവൂർ, ഷോർട്ട് ഫിലിം നൊമ്പരം. 2 വേണു അമ്പലപ്പുഴ, ഷോർട്ട് ഫിലിം ടുക്കൂർ ടുക്കൂർ. ബെസ്റ്റ് ഡയറക്ടർ PGS സൂരജ്, ഷോർട്ട് ഫിലിം ദ സീക്രട്ട് ഓഫ് മെസ്സഞ്ചേഴ്സ്. ബെസ്റ്റ് ഫീമെയിൽ ഡയറക്ടർ ഗായത്രി ഗോവിന്ദ്, ഷോർട്ട് ഫിലിം നിന്നെയും കാത്ത്. 2 പേർക്കുണ്ട്, പ്രിയ ഷൈൻ, ഷോർട്ട് ഫിലിം കാർത്തിക. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ രജീഷ് കാട്ടാക്കട, ഷോർട്ട് ഫിലിം സമ്മതം. ഈ മികച്ചവരിൽ നിന്നും നമുക്ക് കുറച്ച് പേരെ അവരുടെ പ്രാഗൽഭ്യം അനുസരിച്ച് ജൂറി അവാർഡ്സും ജൂറി മെൻഷനും നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഷോർട്ട് ഫിലിംസിന് ഷാഡോസ് ഓഫ് ദ ആഷസ്, ഏഞ്ചൽ, അവസാനത്തെ മോഷണം എന്നീ 3 സിനിമകൾ സ്പെഷ്യൽ ജൂറി അവാർഡിനായും പരിഗണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പെഷ്യൽ ജൂറിയുടെ മെൻഷൻ ഷോർട്ട് ഫിലിംസ് കണ്ടവരുണ്ടോ, പ്രതിമ, ഇനി ഒരാൾ എന്നീ 3 സിനിമകളെയും ജൂറി മെൻഷനായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച പ്രതിഭകളായിട്ടുള്ള അഭിനേതാക്കൾ ദിലീപ് ഖാൻ, ഷോർട്ട് ഫിലിം ഫ്ലാഷ് ബാക്ക്, അജീഷ് കച്ചേരി, ഷോർട്ട് ഫിലിം ഷാഡോസ് ഓഫ് ദ ആഷസ് എന്നിങ്ങനെയുള്ള അവാർഡുകളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, മെയ് 26-ന് ഞായറാഴ്ച AKG ഹാളിൽ, പാളയം AKG സെൻ്ററിനകത്തുള്ള ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്നത്. 3 മണിക്ക് ആരംഭിക്കുന്ന മ്യൂസിക് ഒരു പെർഫോമൻസോടുകൂടി ആരംഭിക്കുന്ന അവാർഡ് ദാന ചടങ്ങ് 4:30 മണിയോടുകൂടി നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ തുടങ്ങുകയും പിന്നെ അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നിസ്സീമമായിട്ടുള്ള സാന്നിധ്യവും സാദരവും പ്രതീക്ഷിക്കുകയും ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ പ്രസ് മീറ്റിൻ്റെ ന്യൂസ് എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും ഒപ്പം തന്നെ പ്രിൻ്റ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും പ്രചരിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു ഉത്തേജനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഈ അവാർഡിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ ഗീത വേണുവിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഇന്നത്തെ ഈ അവാർഡ് ഡിക്ലറേഷൻ നമ്മുടെ മഹാനായ സത്യജിത്രയുടെ പിറന്നാൾ ദിനമായ ഇന്നിവിടെ സന്നിഗ്ധരായ എല്ലാ വിശിഷ്ടരായ ജൂറി അംഗങ്ങൾക്കും പിന്നെ ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഈ നന്ദി രേഖപ്പെടുത്തുന്നു. സത്യജിത്രയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഇന്നത്തെ അവാർഡ് ദാന ചടങ്ങ് ഈ ഡിക്ലറേഷൻ ചടങ്ങോട് അവസാനിക്കുകയാണ്.